അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. UDF നടക്കുന്നത് ബഹുവിശേഷമാണ്. എന്തൊക്കെയാണ് UDF നടക്കുന്നത് എന്ന് UDF നേതാക്കൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ. കോൺഗ്രസ് നേതാക്കൾ അന്തം വിട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്നൊരാൾ UDF ഘടകകക്ഷിയാകുന്നത്? അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ UDF ഘടകകക്ഷിയാകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് വാർത്താസമ്മേളനം വിളിക്കുന്നത്? UDF ഒരു നിലയും വിലയുമില്ലേ? വഴിയിൽ കണ്ടവരെയൊക്കെ UDF അകത്തേക്ക് വിളിച്ചു കയറ്റാൻ കഴിയുമോ? അങ്ങനെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണോ UDF? ഈ ചോദ്യമൊക്കെയാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്, UDF പ്രവർത്തകർ ചോദിക്കുന്നത്. ഏറ്റവും ഒടുവിൽ PV അൻവറും UDF ഘടകകക്ഷിയായി. UDF ഘടകകക്ഷി എന്ന് വെച്ചാൽ പടിക്ക് പുറത്താണ്. ആവശ്യം വരുമ്പോൾ വിളിക്കും, അപ്പോൾ അകത്തേക്ക് കയറിയാൽ മതി. അതുവരെ പുറത്തു നിൽക്കണം. ഒരു കാര്യസ്ഥന്റെ രീതി. അതാണ് PV അൻവറിന് നൽകിയിരിക്കുന്നത് UDF കാര്യസ്ഥൻ പണി. അതും നൽകാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് കോൺഗ്രസിൽ. അതിൽ ഏറ്റവും പ്രമുഖൻ മുൻ KPCC പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. PV അൻവറിന്റെ വരവിനെ എങ്ങനെ കാണുന്നു? ഗുണം ചെയ്യോ UDF? PV അൻവറിനെ എല്ലാവർക്കും അറിയാം. PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയില്ല. ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ നയം, പരിപാടി, നിലപാടുകൾ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന കക്ഷികളുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ട് പോകാൻ നമുക്ക് പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കേരള കാമരാജ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ്. അങ്ങനെ ഒരു പാർട്ടി കേരളത്തിലുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ VSDPക്ക് തിരുവനന്തപുരം ജില്ലയിലെ നാടാർ പ്രദേശങ്ങളിൽ, നാടാർ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അല്പം സ്വാധീനമുണ്ട്. പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വിചാരിച്ചാൽ ആ വോട്ട് BJPയിലേക്കോ കോൺഗ്രസിലേക്കോ കൊണ്ടുപോകാൻ കഴിയില്ല. VSDP എന്ന വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാര സഭയിലെ അംഗങ്ങൾ അവർ എല്ലാ പാർട്ടിയിലുമുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകാൻ അവർ തയ്യാറല്ല. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇപ്പോൾ NDAയിലാണ്, BJP മുന്നണിയിലാണ്. പക്ഷേ VSDPയുടെ വോട്ടുകളൊന്നും അങ്ങോട്ട് പോകാറില്ല. അത് നന്നായി അറിയുന്നത് BJP നേതാക്കൾ തന്നെയാണ്. അങ്ങനെയുള്ള ഒരാളെ എന്തിന് UDFിലേക്ക് കൊണ്ടുവന്നു എന്ന വലിയ ചോദ്യം ഇപ്പോഴും UDFിലുണ്ട്. പക്ഷേ ആരും മറുപടി പറയുന്നില്ല. ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. അതിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആശ്വാസം. മറ്റൊരാൾ UDFിലേക്ക് വന്നത് CK ജാനുവാണ്. NDAയുടെ ഘടകകക്ഷിയാണ്. NDAയിലെ ഘടകകക്ഷികളെ വളഞ്ഞിട്ട് പിടിച്ച് വഴിയിലൂടെ നടന്നു പോകുന്നവരെ പിടിച്ചുകൊണ്ടുവന്ന് UDFിൽ ചേർക്കുന്നത് എന്തിന്? ഈ ചോദ്യമാണ് UDF നേതാക്കളോട് ചോദിക്കുന്നത് കേരളം. കാരണം എന്തിനാണ് NDA ഘടകകക്ഷികളെ ഇങ്ങനെ UDFിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് എന്നതാണ്. അതിനുള്ള ഉത്തരം മറ്റൊന്നുമല്ല, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായിട്ടും 2026 നിയമസഭ തെരഞ്ഞെടുപ്പ് കടക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് UDFിൻ്റെ നേതാക്കൾ. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിയുന്നവർക്ക് അത് ബോധ്യപ്പെടാൻ എവിടെയും പോകേണ്ട, ഒന്ന് റോഡിലൂടെ നടന്ന് നീങ്ങിയാൽ മതി, ജനങ്ങളുടെ അഭിപ്രായം കേട്ടാൽ മതി. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കണം എന്ന നിലയിലേക്ക് UDF എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് CK ജാനു, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, PV അൻവർ എന്നിവരെയൊക്കെ